ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം നമ്മളെ സത്സംഗത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്ന് പൂന്താനം ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. അത് പൂന്താനം ദിനം ഇന്നാണ് എന്ന് പറയാൻ, പൂന്താനത്തിൻ്റെ ആ ഒരു ജന്മദിനം ഇന്നാണെന്നൊക്കെ മഹാത്മാക്കൾ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ അനുസ്മരിക്കാൻ പാകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം, അതായത് ജനനം, ഇത്ര കാലം തൊട്ടിട്ട് ഇത്ര കാലം വരെ ജനനം, ഇത്ര ഇന്ന ദിവസം മരണം, അങ്ങനെയൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ന് ജന്മദിനം എന്ന് പറയുകയാണെങ്കിൽ അത് ജ്ഞാനപ്പാനയിലൂടെ കിട്ടിയ അറിവിലൂടെ തന്നെയാണ് മഹാത്മാക്കൾ അത് കൊണ്ടാടുന്നത്. എണ്ണി എണ്ണി കുറയുന്നിതായസും, മണ്ടി മണ്ടി കരേറുന്നു മോഹവും, വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും, വന്നില്ലല്ലോ തിരുവാതിരായെന്നും, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും, ശ്രദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെളുതല്ലിനിയെന്നും, ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും, കോണിക്കൽ തന്നെ വന്ന നിലാമിനി കണവന്നാമെടുപ്പിക്കരുതെന്നും, ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു ഭാവം ശിവ ശിവ. ആ വൈരാഗ്യം എന്നുള്ളൊരു ഭാഗത്തിൽ ജ്ഞാനപ്പാനയിൽ ഇങ്ങനെയുണ്ട്. അതിൽ ആ കുംഭമാസത്തിൽ അശ്വതി നാളാണ് എന്നൊരു വരിയിൽ പറയുന്നുണ്ട്. അത് സ്വന്തം പിറന്നാളിനെ ഉദ്ദേശിച്ചിട്ടാവാം എന്ന് സങ്കല്പിച്ചിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം പൂന്താന ദിനമാണ് എന്നെല്ലാം പറഞ്ഞ് ഇന്നതാ അങ്ങനെ ആഘോഷിക്കണത്. എന്തായാലും പൂന്താനം മുത്തച്ഛൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായാലും അദ്ദേഹം എഴുതിയ കൃതിയാണ് ജ്ഞാനപ്പാന. ആ ജ്ഞാനപ്പാനത അന്നും ഇന്നും എന്നും ഒരുപോലെ അതിനവം എന്ന് പറഞ്ഞ പോലെ അത്രയും പുതിയതായിക്കൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിലെയും ഓരോരുത്തരിലേക്കും സ്വയം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അത്യത്ഭുതമായിട്ടുള്ള ഒരു സമർപ്പണം, ഭഗവാന്റെ ആ സമർപ്പണമായിട്ട് ജ്ഞാനപ്പാനയിലൂടെ ശരിക്കും ആ പൂന്തേൻ അമൃതാകുന്ന ജ്ഞാനപ്പാന തന്നെയാണ്. അത് ഏതൊരാൾക്കും വേണ്ടതുപോലെ അത് ആ ജ്ഞാനപ്പാന അറിഞ്ഞു കഴിഞ്ഞാൽ തേനാമൃതം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവനെ, ആ ഒരു മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരു മനുഷ്യജന്മം എന്തിനു വേണ്ടിയുള്ളതാണെന്നൊക്കെ ഉള്ളതാണ് ഈ ജ്ഞാനപ്പാനയിലൂടെ പറയണത്.
ഇതുകൂടാണ്ട് അതിമനോഹരമായ ഭാഷാകർണാമൃതം, ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഭാഷാകർണാമൃതം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സന്താന ഗോപാലം പാന, അങ്ങനെ പലതും പല പല കീർത്തനങ്ങളൊക്കെ ആ പൂന്താനത്തിൻ്റെ മുത്തശ്ശൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സമർപ്പിച്ചു പോയതാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. അതിൻ്റെ പ്രസാദമാണ് ആ ഭഗവാന് സമർപ്പിച്ച് പൂന്താന മുത്തച്ഛൻ സമർപ്പിച്ച ആ സമർപ്പണത്തിൻ്റെ പ്രസാദമാണ് ഇന്ന് നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആ മുത്തച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് നമുക്കും വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർന്ന് പറയണില്ലേ, അതുപോലെ നമുക്കൊന്നും അറിയില്ല, എന്തൊക്കെയോ അറിഞ്ഞിട്ട് അറിയാമെന്ന് നടിക്കുകയാണ്. വിദ്വാനാണെന്ന് നടിക്കണോ, നമുക്കൊന്നും അറിയില്ല. അപ്പം ഇതുപോലെയുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് നമുക്കതാ ഈശ്വരനെ അറിയേണ്ടതിനെ അറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ മഹാത്മാക്കളുടെ ഭഗവാനിൽ ലയിച്ചു ചേർന്ന ഇതുപോലെയുള്ളവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക, അത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ഓരോന്നും ആ ജീവൻ്റെ ഗതിയും കർമ്മഗതിയും എങ്ങനെയാണ് ഓരോ ജന്മങ്ങൾ വന്നത്, ഓരോ ഇതിലെങ്ങനെയാണ് ഭാരതത്തിൻ്റെ മഹത്വം എന്താണ് എന്നെല്ലാം എല്ലാത്തിനെയും കലികാലത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് എല്ലാം പറയണു. എല്ലാ കാര്യങ്ങളും ആ കൊച്ചു 392 ശ്ലോകങ്ങളൊക്കെയാന്ന് തോന്നുന്നു അതിലുള്ളത്. ആ കുറച്ച് ശ്ലോകങ്ങളിലൂടെ അദ്ദേഹം എല്ലാം ആ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം അല്ലേ, മനുഷ്യജന്മം എങ്ങനെയാ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത്ര വന്നിട്ടും ഈ വണ്ണം ലഭിച്ചോരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. ഈ മനുഷ്യജന്മത്തിന് മുമ്പ് 84 കോടി ശരീരങ്ങളിലൂടെ അങ്ങനെയാണ് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും വന്ന് ആ ഈശ്വര സാക്ഷാത്കാരത്തിന് ആ ജീവന് സമയമാകുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ജനന മരണങ്ങളിലൂടെ വന്ന് വീണ്ടും മനുഷ്യജന്മം എടുക്കണം. അത് കഴിഞ്ഞാൽ അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എടുക്കണം. ഇങ്ങനെ എത്രയെത്ര മനുഷ്യജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതും നിശ്ചയമില്ല. അങ്ങനെ എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും കേട്ടോ 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി, 10 12 പോയി, തന്നെത്താൻ അഭിമാനിച്ചു പിന്നേടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു അല്ലേ. എത്ര കാലമിരിക്കുമിനിയെന്നു സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ, നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകൂമതെന്നേ പറയാവൂ. അത്രമാത്രമിരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഈ കലികാലത്തിൻ്റെ മഹിമ എന്താ, നാമം ജപിച്ചാൽ മാത്രം മതി. ഇന്നലെ നാരദ മഹർഷി നമുക്ക് പറഞ്ഞു തന്നു അല്ലേ, നാമം ജപിച്ചാൽ മതി. ഭഗവാന്റെ കാരുണ്യം എന്തിനാണ് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ മനുഷ്യപാലനായിട്ട് ജനിച്ചത്. എത്രയോ അവതാരങ്ങൾ ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് നാരദ മഹർഷി പറഞ്ഞില്ലേ. എത്രയോ അവതാരങ്ങൾ കണ്ടിട്ടുണ്ട്, ഏതെല്ലാം രൂപത്തിൽ, മനുഷ്യനായിട്ടും മൃഗമായിട്ടും മീനായിട്ടും കൂർമ്മമായിട്ടും ഒക്കെ പല വിധത്തിലുള്ള അവതാരങ്ങളെ കണ്ടു. പക്ഷേ ഇത്രയ്ക്കും ഒരു പുണ്യം നിറഞ്ഞൊരു അവതാരം വേറെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് നാരദ മഹർഷി പറയണു. എന്തുകൊണ്ടാണ്? ഈ ഒരു കൃഷ്ണാവതാരത്തിലൂടെ സർവ്വജനത്തിനെയും തന്നിലേക്ക് ആകർഷിച്ച് പരമപ്രേമം ആ ഭക്തിയുള്ള ഭക്തനിലേക്ക് സ്വയം ആകർഷിക്കപ്പെട്ട് ഭഗവാനെ
ഭഗവാൻ നിർമ്മമനാണ്, നിരഹങ്കാരനാണ്, ആത്മാരാമനാണ് എന്നൊക്കെ പറയും. പക്ഷേ ഭക്തന്മാരിത് ആ ഭക്തിയിൽ ആനന്ദത്തോടുകൂടി ആ ഭക്തിയിൽ നിൽക്കുമ്പോൾ ഭക്തനും ഭഗവാനും ഒന്നായി. അപ്പോൾ ആ ഭക്തനിലേക്ക് ഇതാ ഭഗവാൻ ആകർഷിക്കപ്പെടുന്നു. അങ്ങനെയുള്ള അത്യത്ഭുതമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ അവതാരം, ഇതിലും അത്ഭുതമായിട്ടൊന്നുമില്ല. ഈ അവതാരത്തോട് കൂടിയിട്ട് ഇനി ഹോമങ്ങളോ പൂജകളോ മറ്റുള്ള കർമ്മങ്ങളൊന്നും വേണ്ട എന്ന് പറയണം. എന്തേ വേണ്ടൂ? നാവൊന്ന് മാത്രം മതി. എന്തിനാ? നാമം ജപിക്കാൻ ആ നാവൊന്ന് മാത്രം ഉണ്ടെങ്കിൽ മതി. ഭഗവാന്റെ നാമങ്ങൾ ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. ആ നാമം നാമിയിലെത്തിക്കും. അതുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് നാമം ജപിക്കുക. നാമം ജപിച്ച് ആ ഭഗവാനിലേക്ക് എത്തുക. അതാണ് വേണ്ടത്. അപ്പം നാരദ മഹർഷി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ദാ ഇവിടെ പൂന്താനം മുത്തശ്ശൻ നമ്മളോട് പറയണത് അല്ലേ. ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മുഖരെയങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റാ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലോ അതുമല്ലൊരു നേരാമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടു എന്നാകിലോ ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ഈ കലികാലത്തിലാണ് എത്രയോ നാമങ്ങൾ, ഭഗവാൻ എത്ര രൂപങ്ങളുണ്ട് അല്ലേ. ഇന്നലെ അത് തന്നെയല്ലേ നമ്മളോട് നാരദ മഹർഷി പറഞ്ഞ അച്യുത, ആനന്ദ, ഗോവിന്ദ, മാധവ, കേശവ, ദാമോദര, വാസുദേവ, അങ്ങനെ എത്രയെത്ര നാമങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു നാമം മതി ആ ജീവന് മുക്തി ലഭിക്കാൻ. വേണ്ടതുപോലെ ആത്മാർത്ഥമായി ആ പരമപ്രേമത്തോടു കൂടിയിട്ട് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊന്നു മതി നമുക്ക് എന്നതാ ഇന്നലെ നാരദ മഹർഷിയും പറഞ്ഞു. ഇന്നതാ പൂന്തേന മുത്തശ്ശൻ്റെ വാക്കുകളും അത് തന്നെയാണ്. അതുമാത്രമല്ല, അപ്പം തന്നെ ജന്മസാഫല്യം ആ ബ്രഹ്മസാദ ശ്രീധരാചാര്യർ പോയിട്ടുള്ള പോലെയുള്ള ആൾക്കാർ, ബാദരായണൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്, അതുപോലെ ഗീത ഭഗവാൻ തന്നെ ഗീതയിലൂടെ നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വേദവും ബഹുമാനിച്ചിട്ട് പറയുന്നുണ്ട് നാമം ജപിച്ചാൽ മതി, ബ്രഹ്മസായുജ്യം ലഭിക്കും എന്ന്. പക്ഷെ നമുക്ക് നാമത്തിൽ അത്ര ഉറപ്പില്ല. വെറുതെ നാമം ജപിച്ചിട്ട് എന്താ കാര്യം എന്നൊരു തോന്നലാണ്. നമുക്ക് വലിയ വലിയ മന്ത്രങ്ങളോ വലിയ പൂജകളോ വലിയ അനുഷ്ഠാനങ്ങളുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നാമം ജപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എത്ര നോക്കിക്കോളൂ, നാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അതിൽ മനസ്സുറപ്പിച്ച് നാമം ജപിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് കഷ്ടകാലങ്ങളോ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ ചെന്ന് കാണും. അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അവർ പറയുമ്പോൾ അടുത്ത് ഏതാ അമ്പലം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി ഇന്ന വഴിപാട് കഴിച്ച് നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒന്നും അറിയില്ല, ഇയാൾ വെറുതെ മണ്ടൻ എന്ന് പറഞ്ഞ് വേറൊരാളുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് വളരെയധികം ദുരിതമുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഒരു പട്ടിക നിരത്തും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന ദിക്കിൽ പോയി ഇന്ന പൂജ ചെയ്യുക, ഇന്ന ദിക്കിൽ സ്വർണം കൊണ്ട് ഒരു ഇതുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ അയാളിൽ വിശ്വാസം ഉണ്ടാവും. ഇയാൾക്ക് അറിയാം കേട്ടോ എന്ന് നമുക്ക് തോന്നും. ഒരു ഡോക്ടറെ കാണാനായാലും ശരി, ആ ഡോക്ടർ തരുന്ന മരുന്നിൽ വിശ്വാസം അല്ലെങ്കിൽ ആ രോഗം മാറില്ല. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുക എന്ന് പറയും. അവരെ അങ്ങനെ ഇരുത്തിയത് നമ്മളാണ്. കാരണം അവരുടെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാണ്ടായപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു. സപ്താഹ രംഗങ്ങളൊക്കെ നോക്കൂ. സപ്താഹ രംഗത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും ഒരു സപ്താഹം നടത്തുക വെച്ചാൽ ആ സപ്താഹം പാരായണം ചെയ്യുക. 7 ദിവസം കൊണ്ട് ഭാഗവതത്തിനെ പാരായണം ചെയ്ത് അത് കേൾക്കുക എന്നുള്ളതാണ് സപ്താഹ ശ്രവണത്തിൻ്റെ ഇത്. അത് മനസ്സിലാവാത്തവർക്ക്
അറിയുന്നത് പോലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ പറ്റിയിട്ട് പറയുക, ആ കേട്ട കാര്യങ്ങളെ പറയുക. അത് എങ്കിലേ അത് മനനം ചെയ്യാൻ പറ്റൂ. ഇത് മാത്രമേ ഉള്ളൂ സപ്താഹത്തിൽ ശരിക്കും. അപ്പോൾ അത് മാത്രമാകുമ്പോൾ കഥ കേൾക്കാനും ഇതിപ്പോൾ ഇങ്ങനെ കേട്ടിട്ട് എന്താ കാര്യം, ഇതിപ്പോൾ ഇങ്ങനെ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം, ഇതെല്ലാം എന്നും പറയണേ ആൾക്കാർക്ക് അതിനൊരു വിലയില്ലാണ്ടാവുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ ശരി അതിൻ്റെ ആ മഹത്തായിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് അനുഭവമാക്കിക്കോളാം ആക്കട്ടെ എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ വരാഹാവതാരം, നരസിംഹാവതാരം, ഭദ്രകാളി അവതാരം അതൊക്കെ ഇങ്ങനെ അത്യാവശ്യം പൂജയും കാര്യങ്ങളൊക്കെ ആയി അതിന് അവിടെ ആ സമയത്ത് അർച്ചനകളൊക്കെ ചെയ്ത് കുറച്ചിങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആ ഭക്തിഭാവത്തെ വളർത്തേണ്ട രീതിയിൽ ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരമൊക്കെ ആ രീതിയിലൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാർ ആ സമയത്ത് അവിടെ എത്താൻ തുടങ്ങി. അങ്ങനെ എത്താൻ തുടങ്ങിയപ്പോൾ മറ്റു ചിലരിതാ ആ സപ്താഹവേദിയെ മറ്റ് നാടകരംഗങ്ങളാക്കി ചിത്രീകരിച്ച് എത്രയും ആൾക്കാർ കൂടുക. ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടതുപോലെ ഭാഗവതം പറയാനോ പറഞ്ഞു കൊടുക്കാനോ ആ ഭാഗവതത്തെ പാരായണം ചെയ്യാനോ സമയമില്ല. പല അധ്യായങ്ങളും വേണ്ടാന്ന് വയ്ക്കും. ഇപ്പം പല ദിക്കിലും ഒരധ്യായം വായിച്ചിട്ട് മഹാത്മ്യമൊക്കെ ഒരധ്യായം വായിക്കുള്ളൂ, പിന്നെ വായനയില്ല. അതെന്താണെന്ന് വെച്ചാൽ സമയമില്ല എന്നാണ് പറയണേ. ആകെ കൂടി കാരണം ഈ വായിക്കുന്നവർക്ക് ഒരു സ്ഥലത്തല്ല വായന, പല സ്ഥലത്തും. ഇന്ന് ഇപ്പോൾ അവിടെ മഹാത്മ്യം വായിച്ചു, 7-ാം ദിവസം സമർപ്പിച്ചു, അന്ന് വൈകുന്നേരം അവർക്ക് മഹാത്മ്യമാണ്. പക്ഷെ നമുക്ക് കിട്ടണതോ കൊല്ലത്തിലൊരിക്കലേ കിട്ടണുള്ളൂ. അപ്പം നമ്മൾ പറയണത് വേണ്ടതുപോലെ ആവട്ടെ, പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല എന്നാണ് പറയണത്. വായിക്കാൻ സമയമില്ല. ഇത്തിരി നേരത്തെ തുടങ്ങാൻ പറഞ്ഞാൽ അയ്യോ അത്ര നേരത്തെയൊക്കെ തുടങ്ങിയാലെങ്ങനെ, നമുക്കും സമയമില്ല. കഴിഞ്ഞ ദിവസം ഒരു സപ്താഹത്തിന് പോയപ്പോൾ 6:30-7 മണി വരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള അദ്ദേഹം പിറ്റേ ദിവസം ക്ഷമ ചോദിക്കണ കേട്ടു. വല്ലാത്തൊരു വിഷമം തോന്നി എനിക്ക്. ഭഗവാന്റെ കഥകളെയും ഭാഗവതത്തെയും കേൾക്കാൻ കിട്ടുന്ന ഒരവസരം അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് അവരെ കൊണ്ട് ക്ഷമ ചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു യജ്ഞം അവിടെ നടത്തിയത് കൊണ്ട് എന്താ പ്രയോജനം? യാതൊരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ വേണം. കാരണം ഒരാളെ ഉണ്ടാവുള്ളൂ, 2 ആളെ ഉണ്ടാവുള്ളൂ, 3 ആളെ ഉണ്ടാവുള്ളൂ. ശ്രദ്ധയോടുകൂടി ആ 3 ആൾ മതി. ഭഗവാൻ അവരെ അതിനെ നമ്മളെ നിയോഗിച്ചിട്ടുള്ളൂ, ആ 3 ആൾക്ക് വേണ്ടിയിട്ടേ നിയോഗിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് 300 ആൾ വന്നിട്ട് അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ലഹള കൂട്ടി ആർക്കും ഒന്നും കേൾക്കാനും മനസ്സിലായില്ല. ഈ 3 ആളുടെ ശ്രദ്ധയും പോയി. എന്താ കാര്യമുള്ളത്? അപ്പം അതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇത് വേണ്ടതുപോലെ ശ്രവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെവി കൊണ്ട് കേട്ടാൽ അതിൻ്റെ ഗുണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മഹത്വം അറിഞ്ഞിട്ട് ഇത് ജപിക്കുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ നമുക്ക് അതിൽ പൂർണ്ണമായിട്ട് ആ ഉറപ്പ് വരുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതാ പറയണു, ആമോദം പുണ്ടു ചൊല്ലുവിന്നാമങ്ങൾ, ആനന്ദം പുണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ, മതിയുണ്ടെങ്കിൽ ഒക്കെ മതിയിതു തിരുനാമത്യൻ മഹാത്മ്യമാമിത്. മതിയുണ്ടെങ്കിൽ ഇതുകൊണ്ട് തൃപ്തി വരികയാണെങ്കിൽ ഇത് മതി. പിന്നെ മതി എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവനെ ആലോചിച്ചാൽ അറിയാം ഈശ്വരനാമത്തിൻ്റെ ഒരു മഹത്വം. അങ്ങനെ ഇതൊക്കെ കേട്ട് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആ ബുദ്ധി ഉണ്ട് എന്ന് വിശേഷാൽ ആ വിശേഷ ബുദ്ധിയുള്ളവന് മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയണം. അപ്പം അങ്ങനെയുള്ള ആ നാമം ബാക്കി എന്തുണ്ടെങ്കിലും അതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ, ആ മന്ത്രം ജപിക്കൂ. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഒരു മന്ത്രം, ഗായത്രി മന്ത്രം, അതെങ്ങനെയാണ് ജപിക്കേണ്ടത്, അത് എത്ര ഒരു ജപിക്കണം? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരില്ല. കാരണം നമ്മൾ അതിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ പോലും ശ്രദ്ധിക്കണം. ദീർഘങ്ങളും ഹ്രസ്വങ്ങളും. ഇത്ര സമയത്തിനുള്ളിൽ ഗായത്രി ഒരു ജപിക്കുക എന്ന് വരെ നിയമമുണ്ട്. ഇത്ര സമയത്തിനുള്ളിലേ ഒരു ജപിക്കാവൂ. ഗായത്രി ആലപിക്കാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അതിൻ്റെ ഓരോ ശബ്ദത്തിൻ്റെ ഓരോ അക്ഷരവും അത് പ്രൊനൗൺസിയേഷൻ ചെയ്യണം. എൻ്റെ ആ ഏറ്റക്കുറച്ചിലുകളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആ ഒരു മന്ത്രമൊക്കെ ജപിക്കാൻ പാടുള്ളൂ. അത് അറിയുന്നവരുടെ അടുത്ത് പോയിട്ട് നന്നായി പഠിച്ചതിന് ശേഷമാണ് ഉപാസിക്കാൻ പാടുള്ളൂ. ഇന്നങ്ങോട്ട് കേട്ട് നാളെ ഉപാസിക്കാൻ പറ്റുമൊന്നുമില്ല.
ഭാഗവതോപാസനയുടെ കാര്യം പറഞ്ഞില്ലേ, ഭാഗവതം സപ്താഹമായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ 36 കൊല്ലെങ്കിലും അതിനെ ഉപാസിച്ച് അതിൽ മനസ്സ് നിറഞ്ഞിട്ട് വേണം. എന്നിട്ടേ ആ പുസ്തകം എടുത്തിട്ട് യജ്ഞാചാര്യനായിട്ട് ഭാഗവത സപ്താഹ വേദികളിലേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെയാണ് മള്ളിയൂർ മുത്തച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ അത് അറിയാവുന്നത് അങ്ങനെയുള്ള ഒരു ആളുടെ ഗുരുമുഖത്തു നിന്ന് പഠിച്ച് അത് വേണ്ടതുപോലെ പഠിച്ച് അത് ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ആ പഠനം പൂർത്തിയായി അത് ശരിയായി എന്ന് ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ പിന്നെ അത് ഉപാസനയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പല മന്ത്രങ്ങളും നമ്മൾ ഇവിടെ പല ചാനലുകളിലും കാണാറുണ്ട്. ഇന്ന മന്ത്രം ജപിച്ചാൽ ഇന്ന ഗുണം, ഇന്ന മന്ത്രം ജപിച്ചാൽ ഇന്ന ഗുണം എന്ന് പറയും. എന്നിട്ട് അവർ ആ മന്ത്രം ഇങ്ങനെ 2-3 തവണ ഉരുവിടും. ഈ അവർ ഉരുവിടണത് തന്നെ അക്ഷരത്തെറ്റുകൾ ധാരാളമുണ്ട്. സാധാരണക്കാർക്ക് വരെ കേട്ടാൽ മനസ്സിലാവും അക്ഷരത്തെറ്റുണ്ടെന്ന്. ഈ അക്ഷരത്തെറ്റോട് കൂടിയിട്ടാണ് അതൊക്കെയാണ് നമ്മൾ കേട്ട് പഠിക്കുന്നത്. ഇതുകൊണ്ടാണ് പറയണത് ഇതൊക്കെ ഗുരുമുഖത്തുനിന്ന് തന്നെ കേട്ട് പഠിക്കണം. അതിന് നമുക്ക് പ്രാപ്തിയാവണ വരെ നമ്മൾ നാമം ജപിക്കുക. എണ്ണമറ്റാ തിരുനാമമുള്ളതിൽ ഇഷ്ടം പോലെ നാമങ്ങളുണ്ട്. അത് ഏതൊരു നാമമാണോ നമുക്ക് ഇഷ്ടം ആ നാമം ജപിച്ചു കൊണ്ടേയിരിക്കുക. ആ ജപിച്ച് നമുക്കതിന് ആ പരിപക്വമാവുമ്പോൾ അങ്ങനൊരു മന്ത്രോപാസന നമുക്ക് അങ്ങനൊരു നിയോഗം ഉണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ഗുരുനാഥനായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഗുരുവായൂരപ്പൻ നമുക്ക് ഉപദേശിക്കും. അപ്പോഴേ നമ്മൾ ആ ഉപദേശം അപ്പോഴാണ് ആ ഗുരുമുഖത്തുനിന്ന് കേട്ട് അത് വേണ്ടതുപോലെ മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിക്കണം. ഈ ഭാഗവതം തന്നെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ഈ ഭാഗവത ആചാര്യന്മാരുടെ അടുത്ത് ഭാഗവതം കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. 2-3 അനുഭവങ്ങളുണ്ട്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഭാഗവതം ഉപാസിക്കണം എന്നുണ്ട്, അങ്ങ് ഉപദേശം തരണം എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്മനസ് കൊണ്ട് അവരെ വിളിച്ചിരുത്തി ഭഗവാന്റെ മുമ്പിൽ ഇരുത്തി ആ പുസ്തകം ഉപാസിച്ചിട്ട് പറഞ്ഞേക്കും. ഇങ്ങനെ ഒരു ഉപാസിക്കാൻ വേണ്ടി ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് ആ ഭാഗവതത്തെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ആ ഭാഗവതം ഉപാസിക്കണം. നിത്യോപാസന ചെയ്യണം, നിത്യം പാരായണം ചെയ്യണം. ആ ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അതല്ലെങ്കിൽ ഇതൊക്കെ കർമ്മച്യുതിയായിട്ട് വരും. അതിൻ്റെ ദോഷം ഗുരുനാഥനും കൂടി വന്ന് ഭവിക്കും. അപ്പോൾ ആ ഗുരുനാഥന് നിന്ദ ചെയ്തതിൻ്റെ പാപം കൂടി വന്ന് ആ ബ്രഹ്മഹത്യാ പാപമൊക്കെ പോലെയുള്ള പാപങ്ങൾ വന്ന് ഭവിക്കും. അതേസമയം നമുക്കത് വായിച്ച് പഠിക്കാൻ ഇഷ്ടമുണ്ട്. ഭാഗവതമാണ്, ഭഗവാന്റെ കഥകളാണ്, കേൾക്കാൻ ഇഷ്ടമുണ്ട്, പഠിക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഗ്രന്ഥം കിട്ടും. ഗ്രന്ഥം എടുത്തു വയ്ക്കുക, ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. എനിക്ക് കൊതി കൊണ്ട് വായിക്കുകയാണ് ഗുരുവായൂരപ്പ, ഞാനിത് വായിച്ച് പഠിക്കുകയാണെന്നുണ്ട്. അതിനെ വായിച്ച് പഠിച്ച് ഒരുവിധം നമുക്ക് അത് തെറ്റുകൂടാതെ വായിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഒരാൾ എത്തിപ്പെടും. ഏതെങ്കിലും വിധത്തിൽ നമുക്കത് വേണ്ടതുപോലെ നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞു തരും. അപ്പോൾ അത് അനുസരിച്ചിട്ട് നമുക്ക് ആ ഭാഗവതോപാസന നടത്താനായിട്ട് സാധിക്കും. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗ്രന്ഥവും ഭാഗവതം വായിക്കേണ്ട, അതുപോലെ സഹസ്രനാമം വായിക്കേണ്ട, ഗീത വായിക്കേണ്ട എന്നൊന്നുമല്ല, എല്ലാം വായിക്കാം. ഗുരുവായൂരപ്പനെ മുന്നിൽ നിർത്തി ഇഷ്ടത്തോടു കൂടിയിട്ട് ഇത് എനിക്ക് കൃഷ്ണാനുഭവത്തിനെ ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം. അത് നിത്യം പാരായണം ചെയ്ത് നമ്മുടെ നിഷ്ഠയും ഭക്തിയും ശ്രദ്ധയുമാവുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ആ ഫലമായിട്ട് നമുക്കത് വേണ്ടതുപോലെ ഉപദേശിക്കാൻ വരും. അല്ലാണ്ട് കഴിഞ്ഞ ദിവസം ആരോ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭാഗവതം പഠിപ്പിക്കണ ആരാണ്. അപ്പോൾ അവർ നന്നായിട്ട് ഭാഗവതമൊക്കെ ഇങ്ങനെ ആലാപനം ചെയ്യണ കേട്ടാൽ തന്നെ വളരെ ഭക്തിഭാവമാണ്, വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവരോട്. അപ്പോൾ ഇവർക്കൊരാഗ്രഹം തോന്നി ഭാഗവതത്തിലെ ഏതോ ഒരു സ്തുതി അവരെ കൊണ്ട് വായിപ്പിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു ഇന്ന സ്തുതി ഭാഗവതത്തിലെ ഭീഷ്മസ്തുതിയോ കുന്തിസ്തുതി അങ്ങനെ എന്തോ ആണ്, അപ്പോൾ അതൊന്ന് പാരായണം ചെയ്തിട്ട് ഒന്ന് അയച്ചു തരുമോ, കേൾക്കാനുള്ള കൊതി കൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു
ചോദിച്ചപ്പോൾ ഇത് ഭാഗവതത്തിലുള്ളതാണോ? ഭാഗവതം പഠിപ്പിക്കുന്ന ആളാണ് കേട്ടോ. ഇത് ഭാഗവതത്തിലുള്ളതാണോ? ഇത് എവിടെയാണ് ഇതുള്ളത്? എത്രാമത്തെ പേജിലാണ് വരണത്? ഇതൊന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരുമോ ഇതിൻ്റെ വരികൾ എന്ന് ചോദിച്ചു എന്ന് പറയണം. അങ്ങനെയുള്ളവരാണ് ഭാഗവതം പഠിപ്പിക്കുന്ന. ഒരുപാട് ഭാഗവതം പഠിപ്പിച്ച ശിഷ്യന്മാരുണ്ട് എന്ന് പറയണ അവരാണ് അത് പഠിപ്പിക്കണത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. എന്നാലും വേണ്ടില്ല, ഭഗവാന്റെ അല്ലേ എന്നുള്ള ഒരു ഭാഗ്യം. അപ്പം നമുക്ക് ഓരോന്നിനും ഓരോ കഴിവുണ്ട്. ആ കഴിവ് ഗുരുവായൂരപ്പനെ അറിയുള്ളൂ. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അകർമ്മമായിട്ട് തീരും. സുകർമ്മം ആവണമെങ്കിൽ അത് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഭഗവാനെ പറ്റിയിട്ട്. ഞാനാണോ ആ ഭഗവാനെ പറ്റി പറയണത്? എനിക്ക് സാധിക്കുമോ ആ പരമാത്മാവിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ? സാധിക്കില്ല. ഉത്തമ ഭക്തി എന്താണെന്ന് പറയാനുള്ള അർഹതയുണ്ടോ? ഇല്ല. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കാൻ കഴിയുമോ? കഴിയില്ല. ലോകത്തെ മുഴുവനും സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായിട്ട് അതിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ കുറിച്ചിട്ട് എനിക്ക് എന്താ അറിയാം? ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക? ഒന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അറിവൊന്നുമില്ല. ഇന്ന് രാവിലെ എന്തോ ഒന്ന് വാട്സാപ്പിലിട്ടപ്പോൾ എന്നോട് ഒരു കുട്ടി ചോദിച്ചു, അമ്മയുടെ അടുത്ത് കണ്ണൻ വരാറുണ്ട് അല്ലേ എന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ അടുത്തല്ല കണ്ണൻ വരുന്നത്, നിങ്ങളുടെ അടുത്തേക്കാന്ന്. കാരണം അവർ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അത്ര ഞാൻ അയച്ചു കൊടുത്തത്. അപ്പം തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വെൺമണി കൃഷ്ണേട്ടൻ്റെ അടുത്ത് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഒരുപാട് കാലമായി കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് മോഹം തോന്നി. അപ്പോൾ പോയതാണ്. കിഴക്കേടം ഹരിതിരുമേനിയുടെ കൂടെ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്നെ ഒന്ന് കൊണ്ടുപോകും, എനിക്ക് വഴിയൊന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം അവിടെ പോകാനായിട്ട്. ഈ ഭക്തന്മാർക്ക് ആ സത്സംഗം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെയുള്ള. അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമിതമായിട്ടുള്ള വിനയം, അമിതമായിട്ടുള്ള ഭക്തി, അങ്ങനെ ആ ഒരു ഭാവങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയേണ്ടായി. ആരോ ഒരാൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ പറയണേ, നിങ്ങളുടെ മുമ്പിലിരിക്കണ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ അറിയില്ല എന്നൊക്കെ അദ്ദേഹം ആ വിനയത്തോടു കൂടി പറഞ്ഞപ്പോൾ മുന്നിലിരുന്നൊരു മിടുക്കൻ കുട്ടി ചോദിച്ചു, ഇത്ര ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനവിടെ വന്നിരിക്കണേ, അറിയണവർ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം തന്നെ അത് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നു ആ കാര്യം. കാരണം ആ കുഞ്ഞിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കണേന്ന് വെച്ചാൽ വന്നിരിക്കണത് ഭഗവാൻ ഇതാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഒരു യന്ത്രം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇതാ അപ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ഈ ഫോണ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്, ഈ ഫോണിൻ്റെ ഉള്ളിൽ കൂടെയാണല്ലോ നമ്മൾ പരസ്പരം കാണുന്നത്. ഇതെന്തിനാ അവിടെ ഇരിക്കണേ ഈ ഫോൺ എന്ന് വെച്ചാൽ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടല്ലേ ആ ഫോൺ കൂടി ഇരിക്കണേ. അതുപോലെ ഗുരുവായൂരപ്പൻ നമ്മളിത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നമ്മുടെ ഉള്ളിലൂടെ പറയണത് ആരാ? ഭഗവാനാ പറയണേ. കേൾക്കണതും ഭഗവാൻ തന്നെ. നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് അതിനെ കേൾപ്പിച്ച്, വേണ്ടതുപോലെ കേൾപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിയെയും ചിന്തയെയും ഉണർത്തിയിട്ട് മനസ്സ് ഭഗവാനിലേക്ക് തിരിക്കാൻ പ്രയത്നിക്കുന്നതും ഭഗവാൻ തന്നെ. ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരൻ തന്നെ. അപ്പം നമ്മളൊന്നും ആരും ആയിട്ടല്ല. ഒരു കൊതിയുണ്ട്. നേരത്തെ ഭാഗവതം വായിക്കാൻ കൊതിയുള്ളത് കൊണ്ട് ഭാഗവതം വായിച്ചു, നാരായണീയം വായിക്കാൻ കൊതിയുള്ളത് കൊണ്ട് നാരായണീയം വായിച്ചു. അങ്ങനെയുള്ളവർ എന്നോട് ചോദിക്കും, നാരായണീയം വായിക്കട്ടെ, ഭാഗവതം വായിക്കട്ടെ. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് വായിച്ചോളൂ, ഗുരുവായൂരപ്പനെ മുന്നിൽ കണ്ട് വായിച്ചോളൂ, അക്ഷരം തെറ്റിയാലും വേണ്ടില്ല. നീന്തലറിഞ്ഞേ വെള്ളത്തിൽ ഇറങ്ങാമതു സാധ്യമോ എന്ന് ചോദിക്കണ പോലെ അക്ഷരം തെറ്റിയാലും വേണ്ടില്ല, നിങ്ങൾ വായിച്ചോളൂ. വായിച്ച് 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 ശരിയാവുമ്പോൾ അത് വേണ്ട വിധത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ബോധിപ്പിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ വരും. ഇത് വേണം എന്ന് തോന്നിയില്ലോ, അത് തന്നെ നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് തോന്നിയതാണ്. എനിക്കറിയില്ല, ഞാൻ വായിച്ചാൽ തെറ്റും, എനിക്കിതൊന്നും പറ്റില്ല
എന്ന് പറഞ്ഞ് നമ്മളിരിക്കണു. എന്നാൽ ശരി, അറിയണ ഒരാളുടെ കൊണ്ട് ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിക്കുക എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗുരുനാഥന്മാരാണ് ഇപ്പോൾ ധാരാളം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുറപ്പുണ്ടായാൽ മതി. എന്തിലെങ്കിലും ഒന്നിൽ നമുക്ക് ഉറക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ബന്ധുക്കളെ വിശ്വസിക്കാൻ പറ്റണില്ല, സുഹൃത്തുക്കളെ വിശ്വസിക്കാൻ പറ്റണില്ല, നമ്മുടെ വീട്ടിലേക്ക് ഇതാ ഭിക്ഷ ചോദിച്ച് വരുന്നവരെ വിശ്വസിക്കാൻ പറ്റണില്ല, ഭക്ഷണം ചോദിച്ച് വരുന്നവരെ വിശ്വസിക്കാൻ പറ്റണില്ല, നമുക്ക് ഇതാ സഹായം ചെയ്യാൻ വരെ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമല്ലേ ഇപ്പോൾ. പക്ഷേ ഇവരെ എല്ലാവരെയും വിശ്വസിക്കാൻ ഒരാളെ വിശ്വസിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നേർവഴിക്കാവും, എല്ലാം വേണ്ടതുപോലെ ആവും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടോ, ബാക്കിയെല്ലാം ഉറപ്പായിട്ട് തീരും. അപ്പം എല്ലാത്തിനെയും ഒരുപോലെ വിശ്വസിക്കാൻ പറ്റും. നമ്മൾ ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പിഴയ്ക്കാണ്ട് നമ്മളെ ആ പാദം വയ്പ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ എവിടെയും പിഴവ് വരില്ല. ഉറപ്പാണത്, എവിടെയും പിഴവ് വരില്ല. ആ ഉറപ്പിൻ്റെ അത്രയും ഉറപ്പ് നമ്മുടെ ഉള്ളിലില്ല. ഉണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു അനുഭവം വരുമ്പോൾ ആ ഉറപ്പില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമാവണ രീതിയിലാണ് നമ്മുടെ പ്രവൃത്തിയും പെരുമാറ്റമൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഓരോരോ അപകടങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരുന്നത്. രോഗത്തിൻ്റെ കാര്യം, എത്രയോ പേര് രോഗങ്ങളും കഷ്ടതകളും കൊണ്ട് വലഞ്ഞ് ബുദ്ധിമുട്ട് അവരുടെ കർമ്മപ്രാരാബ്ദം തീരുന്നു. പക്ഷേ അതേ കർമ്മപ്രാരാബ്ദത്തോട് കൂടിയിട്ട് വലിയ വലിയ രോഗങ്ങൾ വന്നിട്ട് ഗുരുവായൂരപ്പനിൽ ഉറച്ചിട്ട് എന്തായാലും ഈ രോഗം വന്നു, ഇതുകൊണ്ട് രക്ഷപ്പെടുക നശിക്കുക ചെയ്യുക എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഗുരുവായൂരപ്പൻ മാത്രം മതി, എൻ്റെ ഔഷധം ഗുരുവായൂരപ്പനാണ് എന്നുള്ള നിലയ്ക്ക് ആ ഗുരുവായൂരപ്പനെ മാത്രം ആശ്രയിച്ചിട്ട് ആ രോഗത്തിനെ ശരീരത്തിൽ നിന്ന് മാറ്റിയ എത്രയോ മഹാത്മാക്കളുണ്ട്. ഇപ്പോൾ നാരായണ ഭട്ടേരിയുടെ വാദത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾവിയാണ്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണതാണ്. പക്ഷെ നമ്മുടെ ചുറ്റിലും അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും എന്താണ് അത് അനുഭവമാവാത്തതെന്ന് വെച്ചാൽ ഒട്ടും ഉറപ്പില്ലാത്തവർക്ക് എങ്ങനെയാണ് അനുഭവമാവുക. മണ്ണ് കുഴച്ചിങ്ങനെ വച്ചാൽ പാത്രത്തിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവുകയല്ലേ ഉള്ളൂ. ആ പാത്രത്തിനൊരു ഉറപ്പുണ്ടെങ്കിലല്ലേ അതിൽ ആ വെള്ളം നിൽക്കുള്ളൂ. മൺകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മൺകുടം അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂളക്കൊക്കെ വെച്ച് ചുട്ടെടുത്ത് ആ പാത്രത്തിൽ ഇത് വയ്ക്കുമ്പോൾ അതിൽ ആ വെള്ളം ഒരിക്കലും ചോർന്ന് പോവില്ല. അപ്പം എന്തെങ്കിലും നമുക്ക് അതിന് വിശ്വാസമില്ല. പിന്നെ ഒന്ന് മാറുമ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോ ദിവസം ചെന്ന് കിടക്കുമ്പോഴും ഗുരുവായൂരപ്പ നാളെ ഇനിയിപ്പോൾ എന്തു രോഗമാണാവോ വരാൻ പോണേ, നാളെ എവിടെയാണാവോ വേദന, ഇതാലോചിച്ചിട്ടാണ് കിടക്കണേ. നമ്മൾ എന്തിനാ മനനം ചെയ്യണേ? എൻ്റെ കയ്യിൻ്റെ വേദന, കാലിൻ്റെ വേദന, കണ്ണിൻ്റെ വേദന, ആ ഒരു വേദനയെ മനനം ചെയ്തിട്ടാണ് കിടക്കുക. കിടക്കുമ്പോഴേക്കും വരികയോ ഓരോരോ വേദനകൾ. ആ വേദനകൾ വരുമ്പോൾ ഇനിയിപ്പോൾ എന്താവുമാവോ, നാളെ സ്ഥിതി എന്താവുമാവോ. മനസ്സിൽ മുഴുവനും നമ്മൾ കാത്തു കിടക്കേണ്ടത് ഈ ശരീരത്തിനെ ആലോചിച്ചിട്ട് ഈ വേദനകളെയാണ്. ഗുരുവായൂരപ്പനേക്കാളും കൂടുതൽ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ അതപ്പോൾ അങ്ങനെ ആ വേദനകൾ ബന്ധുക്കളായിട്ട് വരുന്നു. കേവലം നശ്വരമാം എൻ്റെ ദേഹത്തിൽ രോഗങ്ങൾ ബന്ധുവായെത്തിയപ്പോൾ എന്നാത്മബന്ധുവാം വാതാലയേശനെ ആശ്രയത്തിനായി വിളിച്ചു ഞാനും. ആ ഭഗവാനെ, ആ എല്ലാവരും ബന്ധുക്കളായിട്ട് വരുമ്പോൾ ആത്മബന്ധുവായിരിക്കണം. മറ്റുള്ളവരൊക്കെ ആ ബന്ധുക്കൾ നമുക്ക് ഉപകാരത്തിനാണോ ഉപദ്രവത്തിനാണോ ഒന്നും അറിയില്ല. അപ്പം നമുക്ക് ആത്മബന്ധുവായിട്ട് ഈശ്വരന് ഗുരുവായൂരപ്പനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിളി കേട്ടപ്പോഴോ ആ ഭഗവാൻ ആ ക്ഷണം നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും അല്ലേ. ശരിക്കും ആ ധന്വന്തരീ മൂർത്തി ആയിട്ടുടനെൻ്റെ രോഗങ്ങൾ മാറ്റിയൻ രാധികേശൻ അമയമെന്തിനു നൽകി എനിക്കു നീ
ഈ വിധമോടി അണഞ്ഞിടാനോ ആരോ മലുണ്ണി എനിക്കു നിന്നോടുള്ള പ്രേമത്തെ മേൽമേൽ വളർത്തുവാനോ. കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. ഈ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ. ആ കുട്ടികളെ നമ്മൾ ശ്രദ്ധയില്ലാണ്ട് നമ്മൾ ഇരിക്കുകയാണ്. നമ്മളുടെ ശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അത് കേടാക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുക. എന്താ കുട്ടിയെ കാട്ടിയെ? ഇങ്ങനെയാണ് നമ്മൾ വേഗം ഓടിച്ചെന്ന് അവരുടെ അടുത്തേക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ചീത്ത പറയാനെങ്കിലും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്നിട്ട് ആ കുട്ടികൾ ചെയ്യണം. അതുപോലെ ഗുരുവായൂരപ്പനെ മറന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? നമ്മുടെ ശരീരത്തിനെയാണ്, നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യം, നമ്മുടെ സൗന്ദര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യം. അപ്പോൾ അതിലെന്തിനെങ്കിലും ഒന്നിനെ കണ്ണുകൊണ്ട് എത്ര കണ്ടിട്ടും മതിയാവില്ല. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും ഒരു കുഴപ്പം. അങ്ങനെ നമ്മുടെ ആ എന്തിനോടാണോ പ്രിയം അതിനെന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മളപ്പോൾ ആരെ വിളിക്കും? ഗുരുവായൂരപ്പാ എന്ന് വിളിക്കും. അപ്പോൾ ഗുരുവായൂരപ്പനോടുള്ള പ്രിയം കൊണ്ടൊന്നല്ല എന്ന് ഗുരുവായൂരപ്പനെ അറിയാം. എന്നാലും ഗുരുവായൂരപ്പാന്ന് വിളിക്കും. അപ്പോൾ ഗുരുവായൂരപ്പൻ ഓടി വന്നിട്ട് ഇതാ രക്ഷിക്കുക, എങ്ങനെയെങ്കിലും മതി, ഏതെങ്കിലും പ്രകാരത്തിൽ നീ എന്നെ വിളിച്ചുല്ലോ എന്ന്. നമ്മുടെ കണ്ടു കഴിഞ്ഞ ദിവസം പൂതനയുടെ കഥ അല്ലേ? പൂതന അങ്ങോട്ട് ചെന്ന വഴി എങ്ങനെയാണ് പൂതന ചെന്നേ? അതിസുന്ദരിയായിട്ട് മഹാലക്ഷ്മി പോലും മാറി നിൽക്കും പൂതനെ കണ്ടാൽ. അത്രയും സൗന്ദര്യം മഹാലക്ഷ്മിക്ക് ഉണ്ടോയെന്ന് സംശയമാണ്. അത്രയും സൗന്ദര്യത്തോടു കൂടിയിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിട്ട് ചെന്നത്. കണ്ടാൽ കണ്ണ് എടുക്കാൻ തോന്നില്ല. അവിടെ കൂടി നിൽക്കണ ആബാലവൃദ്ധം ജനങ്ങളും അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? ചരാചരാത്മാ സതിമീലി ദക്ഷണ. ഭഗവാൻ ചരാചരാത്മാവായ ഭഗവാൻ കണ്ണടച്ചു എന്നാണ് പറയണത്. അവിടെ ഉപയോഗിച്ച് കണ്ടെന്താണെന്നറിയോ? ചരാചരാത്മാ. കാരണം സർവചരാചരത്തിൻ്റെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. അവളാരാണ്? അവളുടെ ആ ബാഹ്യ സൗന്ദര്യം എന്താണ്? അവളുടെ ആന്തരിക സൗന്ദര്യം എന്താണ്? അവൾ എന്തിനാണ് വന്നതെന്നൊക്കെ ആർക്കറിയാം? ഗുരുവായൂരപ്പനറിയാം. പക്ഷേ ഗുരുവായൂരപ്പൻ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ കണ്ണടച്ചു. എന്തിനാണ്? ഏതു വിധത്തിലായാലും വേണ്ടില്ല, അവൾ വന്നത് എൻ്റെ അടുത്തേക്കല്ലേ. അവളെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ അവളുടെ നന്മയും തിന്മയൊക്കെ കണ്ട് മനസ്സിലാക്കി അത് നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ ആശ്രയിച്ചാൽ ഞാൻ അവരെ സംരക്ഷിക്കും, രക്ഷിക്കും. അതാണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ പരമമായ കാരുണ്യം എന്ന് പറയണത്. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ചെന്നാൽ മതി. അതാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. അപ്പം ഇതുപോലെയുള്ള ആ ഭഗവാന്റെ മഹത്വം നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ആ നാമജപത്തിലൂടെ തന്നെ നമുക്കതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ആ നാമജപത്തിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി തരണ ആ അതിമനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ ആ ഓരോ ലീലകളെയും അത്രയും മനോഹരമായിട്ട് പറഞ്ഞ പൂന്താനം മുത്തച്ഛൻ്റെ ജ്ഞാനപ്പാന. അതിനെപ്പറ്റി കുറച്ച് അനുസ്മരിച്ച് ആ പൂന്താനം മുത്തച്ഛൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു കൊതിയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞത്. അതിനിടയ്ക്ക് ഒരിക്കൽ കുറച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഭജേ നിത്യം എന്നുള്ള പേരിൽ കുറച്ച് നാമങ്ങൾ എഴുതിയൊരു പുസ്തകം പണ്ട് അതുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ കോപ്പിയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അത് പ്രകാശനം ചെയ്തത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള, നമ്മളുടെയൊക്കെ മുമ്പിൽ നമ്മൾ കണ്ട പൂന്താനം മുത്തച്ഛനായിട്ടുള്ള, എൻ്റെ മനസ്സിൽ പൂന്താനം മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ മള്ളിയൂര് മുത്തച്ഛനാണ്. അപ്പം മുത്തച്ഛനാണ് അത് പ്രകാശനം ചെയ്തത്. അതും ഭഗവാന്റെ അത്യത്ഭുതമായ ഒരു അനുഗ്രഹമാണ് അതിൻ്റെ പിന്നിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ച് പ്രകാശനം ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹം അതൊക്കെ തുറന്നു വായിച്ചു. അതൊക്കെ തന്നെ ഒരു പുണ്യമാണ്. 2 കൈയും ശിരസ്സിൽ വെച്ച് അനുഗ്രഹിച്ചു. പൂന്താനം മുത്തശ്ശൻ്റെ അതേപോലെ തന്നെ എനിക്ക് മള്ളിയൂർ മുത്തശ്ശനും. അപ്പോൾ അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു അവസരത്തിൽ എനിക്കത് നിങ്ങളുടെ മുമ്പിലൊന്ന് പാടാനൊന്നും അറിയില്ലെങ്കിലും
നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണം എന്ന് തോന്നുന്നു. നമ്മുടെ ലക്ഷ്മിപ്രിയ സുന്ദരമായിട്ടത് പാടിയിട്ടുണ്ട്. യൂട്യൂബിലുണ്ട് എന്ന് തോന്നുന്നു. അത് സുന്ദരമായിട്ട് പാടിയിട്ടുണ്ട് ആദ്യകാലത്ത്. എന്നാലും ഇതൊന്ന് ഇപ്പോൾ ഇങ്ങനെ പാടുക എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും സമർത്ഥിക്കുകയാണ്. പൂന്താന പാനയിലൂടെ ഞാൻ ആദ്യമായി വാതാലയേശനെ തൊട്ടറിഞ്ഞു. കൃഷ്ണ നിൻ ഭക്തവാത്സല്യമറിഞ്ഞു ഞാൻ. പൂന്താന പ്രേമവും ഞാനറിഞ്ഞു. പൂന്താന പ്രേമവും ഞാനറിഞ്ഞു. നിഷ്കാമ ഭക്തിയാൽ പൂന്താനമേകിയ തേനമൃതാകുന്ന ജ്ഞാനപ്പാന മാധുര്യമോടെ കുടിച്ചൊരാ കണ്ണൻ്റെ കാരുണ്യമോർത്തൻ മിഴി നിറഞ്ഞു. കാരുണ്യമോർത്തൻ മിഴി നിറഞ്ഞു. കാർമുകിൽ വർണ്ണന്റെ കാരുണ്യം കൊണ്ടിതാ കൺമുമ്പിൽ കണ്ടു ഞാൻ പൂന്താനത്തെ. കൺമുമ്പിൽ കണ്ടു ഞാൻ പൂന്താനത്തെ. കണ്ണൻ്റെ ലീലയിൽ മുങ്ങിക്കുളിക്കുമാ മള്ളിയൂരാം ഭക്ത പൂന്താനത്തെ. മള്ളിയൂരാം ഭക്ത പൂന്താനത്തെ. ഭാഗവതോത്തമ അങ്ങതൻ തൃപ്പാദം ഭക്തിയോടേവം നമിക്കുന്നു ഞാൻ. കൃഷ്ണനിലെന്നെന്നും പ്രേമമേറിയിടുവാൻ തൃക്കരം ചേർത്തൊന്നനുഗ്രഹിക്കൂ. തൃക്കരം ചേർത്തൊന്നനുഗ്രഹിക്കൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എല്ലാവർക്കും ആ പ്രേമഭക്തി ഉണ്ടാവട്ടെ. ഭഗവാന്റെ നാമങ്ങളിൽ രതി ഉണ്ടാവട്ടെ. നാമത്തിലൂടെ ആ കൃഷ്ണാനുഭവം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും കൃഷ്ണകുടുംബത്തിലെ എല്ലാവരുടെയും പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതാ എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ചരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.